ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കാനാവില്ല. ഒരു കഞ്ഞിയിൽ ഒതുക്കാമെന്ന് കരുതിയ ഞാനാണ് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ കടല പുഴുങ്ങിയത്, അതുപോലെ കാബേജ് ഉപ്പേരി, സോയാബീൻ ഫ്രൈ, നല്ല അടിപൊളി അച്ചാറ്, പിന്നെ അതുപോലെ നമ്മുടെ സ്ഥിരം സാമ്പാർ. വീട്ടിൽ അധികം ഉണ്ടാക്കുന്ന ഒരു കറിയിൽപ്പെട്ട ഒന്നാണ് സാമ്പാർ കേട്ടോ. അപ്പോൾ ഇത്രയും വിഭവങ്ങളുള്ളൊരു ഉച്ചഭക്ഷണമാണ് ഇന്നത്തത്. പിന്നെ പോരാത്തേക്കൊരു പപ്പടവും. എനിക്ക് പിന്നെ സാമ്പാർ ഉണ്ടാക്കാൻ കുറേ പച്ചക്കറി വേണമെന്നില്ല കേട്ടോ. 2 പച്ചക്കറി ഉണ്ടെങ്കിലും എൻ്റെ സാമ്പാറാക്കും. അതിൽ കുറച്ച് പരിപ്പുണ്ടായാൽ മതി. അപ്പോൾ ഇത്രയും വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയേക്കണേ. ഇന്നലെ വരെ എനിക്ക് വയ്യാണ്ട് പണിയൊക്കെ ഒരുപാട് ടൈമായി, വൈകുന്നേരം വരെ അതിന് പണിയെടുത്ത് കഴിഞ്ഞപ്പോത്തിന്. അപ്പോൾ ഭയങ്കര ക്ഷീണമൊന്നും പണി എത്ര ആയിട്ടും എടുത്തിട്ട് നീങ്ങണില്ല. കൈയും കാലും കുഴഞ്ഞ് ഒരു വിധയിന്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെയാണ്. രാവിലെ തൊട്ടേ ഭയങ്കര ക്ഷീണം. നിന്നാൽ കൈയും കാലിനും ഭയങ്കര വേദനയും ക്ഷീണമൊക്കെ ആയിക്കാണ്ട്. അപ്പോൾ വേഗം പണി കഴിച്ചുകാണ്ട് കിടക്കാമെന്ന് കരുതിയ ഞാനാണ് പിന്നെ ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയത്. നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഞ്ഞിയോ ഒരു ചോറൊക്കെ വെച്ച് നമുക്ക് ഒപ്പിക്കാം. പക്ഷേ ഹസ്ബൻഡും കുട്ടികളൊക്കെ ഉള്ള ടൈമിൽ എത്ര പ്രയാസപ്പെട്ടാലും ഓല ആലോചിച്ച് നമ്മൾ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കും. പിന്നെ ഈ പലഹാരം ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, അത് നമുക്ക് കിട്ടിയതാണ്. ഈ ടൈമിൽ നമുക്ക് പലഹാരങ്ങളും ഫ്രൂട്ട്സുകളൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഐറ്റമാണ് ഈ ഉണ്ണിയപ്പം. നല്ല അടിപൊളി അപ്പയിന് നല്ല റവ കൊണ്ടൊക്കെ ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അതും 1-2 കഴിച്ച് കുറച്ച് കുട്ടികൾക്ക് സ്കൂളിട്ട് വരുന്നേക്ക് മാറ്റി വെച്ചിരിക്കണം ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ. വീഡിയോ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരു മറക്കരുത്.